നമസ്കാരം. വീണ്ടും മണിപ്പേച്ചും മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് മൈനറായിട്ട് നെഗറ്റീവിലിരിക്കുന്നു. സോ ഇതിനെക്കുറിച്ച് സീരിയസ് ആവോണ്ട് എടുക്കണ്ട. ഈ മാർക്കറ്റ് വിൽ ഡു സം ക്രേസി തിങ്സ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷ വാക്കുകൾ നിറച്ച് തരാൻ പോകുന്നു. ഇന്നലെ ₹275 കുറഞ്ഞ ഗോൾഡ് ഇന്ന് ₹10 കുറഞ്ഞു. ഇപ്പോൾ 9005 ഇരിക്കുന്നു. ആർക്കൊക്കെ ആവശ്യമുണ്ട് അവരൊക്കെ ഗോൾഡ് പീസ് വാങ്ങാം. ട്രംപ് ഇരിക്കേണ്ട നമുക്കൊന്നും പേടിക്കേണ്ട. തിരിച്ചും ആ ₹10,000 താണ്ടി തന്നെ പോകും. സോ ഗോൾഡിൻ്റെ വില താഴെ ഇറങ്ങാൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. സ്വർണത്തിൻ്റെ റേറ്റ് കുറയാം നിങ്ങൾ വാങ്ങാം. ഇതിനെ ഗോൾഡ് പീസ് മൂലം നിങ്ങൾ വാങ്ങി വയ്ക്കാം. നമുക്ക് ഇന്നൊരു സന്തോഷമായ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നാറ്റ്കോയിനെ കുറിച്ച് ഒരുപാട് പേര് വിഷമിച്ചു. ₹726 ഇരുന്നു. ആൽമോസ്റ്റ് 900 ഇപ്പോൾ താണ്ടിയിട്ടുണ്ട്. 9% 10% അപ്പായിരുന്നു ഇന്ന് രാവിലെ. ലോയസ്റ്റ് പോയിന്റിലിരുന്ന് 20% കയറിയിട്ടുണ്ട്. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഈ നാറ്റ്കോയിനെ വിട്ടുകൊണ്ട് നിങ്ങൾ പോകാം. ഇത് ഒരു റിസ്ക് കമ്പനി, അതും അല്ലാതെ ഇത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് ഒരുപാട് പേർ ഫീൽ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നിരിക്കുന്നു. പേടിയുണ്ടെങ്കിൽ ഇതിലിരുന്ന് ഓടിപ്പോകുന്നത് നല്ലതാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് വിഷമിക്കരുത്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്കും 5% അപ്പായി ₹800 ക്രോസായി പോയിക്കൊണ്ടിരിക്കുന്നു. 605 വാങ്ങിയോ പബ്ലിക് സെക്ടർ ബാങ്കിനെ പോലെ ഇരിക്കത്തില്ല പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇതിൽ പല പ്രശ്നങ്ങളും ഇരിക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇതിൽ നിന്ന് പോകുന്നത് നല്ലത്. നെഗറ്റീവിനെ കൺസിഡർ ചെയ്യൂ. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ദിവസം ഈ രണ്ട് സ്റ്റോക്കും നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ലാഗാർഡായിരുന്നു. എൻ്റെ പ്രകാരം നാറ്റ്കോ എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ കമ്പനി, ഹോണസ്റ്റ് കമ്പനി, ഒരുപാട് ഇന്ത്യൻ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനി, ലോകത്തിലുള്ള കോസ്റ്റ്ലിയായ മെഡിസിനെ ചീപ്പായി കൊടുക്കുന്ന കമ്പനിയിൽ കടനൊന്നുമില്ല. അതുകൊണ്ട് ലോങ്ങിൽ എടുക്കുന്നതിൽ എനിക്കൊരു പ്രോബ്ലമുമില്ല. PBI റേഷ്യോ വളരെ കുറവായിരിക്കുന്നു. പക്ഷേ നമുക്ക് കുറച്ച് പേടിയുണ്ടെങ്കിൽ എക്സിറ്റ് കൊടുത്തിട്ട് ഓടിപ്പോകാം. പിന്നെ തിരിച്ച് ഇതിനെക്കുറിച്ച് വിഷമിക്കരുത്. അടുത്തത് ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.5 to 2 times ബുക്ക് പോകും. മാനേജ്മെൻറ്റൊക്കെ മാറി അതൊക്കെ പോകാൻ ഒരു കൊല്ലത്തിൻ്റെ മുകളിലാകും. പക്ഷേ ഇല്ല സാർ, എനിക്ക് ഈ ടെൻഷനുണ്ട്, വേണ്ട സാർ, ഞാൻ ഗവൺമെൻറ് സ്റ്റോക്ക് വാങ്ങി തന്നെ നന്നായിരിക്കും എന്ന് വിചാരിച്ചാൽ ഇതും നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എത്തിക്കൽ ആഹാ ഓഹോ എന്നൊന്നും ഞാൻ പറയൂല. പ്രൊമോട്ടറിൻ്റെ അടുത്ത് കാശ് വളരെ അധികം ഇരിക്കുന്നു, ലൈസൻസ് വച്ചിരിക്കുന്നു. ഇത് കാരണം കാശ് ഇറക്കാൻ അയാൾ റെഡി ആയിരിക്കുന്നു. യാർ MD, യാർ CEO, യാർ CFO എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വന്ന് റിസർവ് ബാങ്ക്. ഒരു സിസ്റ്റം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ നമ്പിക്കയായിരുന്ന നമ്മൾ ആ ഗെയിമിലിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോവും. ഇവർ വന്നിട്ട് റീറ്റെയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ മൈക്രോ ഫൈനാൻസ് സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വൈഡ് ആൻഡ് സ്വിങ് ഇരിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് ഫ്യൂച്ചർ ഓഫ് എല്ലാ ബാങ്കിങ്ങും റീറ്റെയിൽ ബാങ്കിങ് തന്നെ. ലാർജായിട്ട് വളരെ ലംബായി കൊടുക്കുന്നതൊക്കെ വളരെ കഷ്ടം. ഇത് കാരണം ഇന്ത്യയിലെ എമർജിങ് റീറ്റെയിൽ ബാങ്കിൽ ഇതും ഒരു ബാങ്ക്, ടോപ്പ് 5 ബാങ്കിലും ഇതും ഒരു ബാങ്ക്, ഫ്യൂച്ചറിൽ ഗ്രോ ആകാൻ പോകുന്ന ഒരു ബാങ്ക്. നമ്മളെല്ലാം ഒരു ബാസ്ക്കറ്റ് പോലെ വച്ചിട്ടുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്യുന്നതൊന്നും അത്ര വലിയ ഇഷ്യൂ ഇല്ല നമുക്ക്. അല്ല, കർണാടക ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ബിലോ ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്തിരിക്കും നിങ്ങൾ. അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് പേ ചെയ്യാൻ പറയുന്നു. അത് ഇംഗ്ലീഷിലിരിക്കും. നിങ്ങളൊന്ന് നോക്കുക. അതിൽ വന്നിട്ട് മംഗർ ബഫറ്റ് എന്ത് പറയുന്നെന്ന് നിങ്ങൾ നോക്കൂ. എൻ്റെ അനിയൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്കിന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. കോപ്പി റൈറ്റിംഗ് മേ ബി വരാം. ഇത് കാരണം എൻ്റെ അനിയൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെതടുത്തും ഇരിക്കുന്നു. ആ ലിങ്കിന് താഴെ ഇടാൻ പറയുന്നു. മംഗർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇത് എക്സ്പെഷ്യലി നാറ്റ്കോയിനും ഇൻഡസ്ഇൻഡ് ബാങ്കിനും വളരെ ചേർച്ചയായിട്ടിരിക്കും. എന്ത് പറയണമെന്ന് വെച്ചാൽ പ്രൈസസ് കണ്ടുവെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ബിസിനസ്സിനെ ഓൺ ചെയ്യുന്നു. ഒരു ലൈഫ് ടൈം സൈക്കിളിൽ 2-3 പ്രാവശ്യം അത് 50% ടച്ച് ചെയ്തു ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രൈസിലിരുന്ന് അതൊരു നല്ല സ്റ്റോക്കേ ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ ബിസിനസ്സിന് പാതി വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്നു. അതിൽ ഒരട്ടാരിട്ടി ഇരിക്കും. നിങ്ങൾക്ക് ഒരട്ടാരിട്ടി വേണ്ടാമെങ്കിൽ പറ്റി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റേ വേണ്ടാമെന്ന്. ഈ 2 സ്റ്റോക്കിൽ നിങ്ങൾ ഇതിൽ തപ്പി നിൽക്കും. ഇത് നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇതിലിരുന്ന് ജൂട്ടായി ഓടിപ്പോകാം. അടുത്തത് തങ്കമയിലും ഇന്ന് 5% ഏറിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ അവർ ചെന്നൈയിലകത്ത് വന്നു. ഒരുപാട് പേർക്ക് അറിയാനുള്ള കാര്യം തന്നെ. ചെന്നൈയിലും ഇനി പല ഷോപ്പുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇൻ പബ്ലിക് നോളേജ്. ഇത് കാരണം തങ്കമയിലിൽ കറപ്ഷൻ ഇല്ല. നിങ്ങൾ കൺസിഡർ ചെയ്യാം. തങ്കമയിൽ വന്നിട്ട് ഓൺ കടയാണ് തുറക്കാൻ പോകുന്നത്. പക്ഷേ കല്യാൺ വന്നിട്ട് ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ ഇറങ്ങി. ഗോൾഡ് പെട്ടെന്ന് ഒരു ഇറക്കം ഇറങ്ങിയെങ്കിൽ ഫ്രാഞ്ചൈസി ബിസിനസ് അത്ര ഇടപെടില്ല.
എന്തെന്ന് വെച്ചാൽ ഇത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ. ഇതിൽ പോസിബിലിറ്റി ഓഫ് ട്രബിൾസ് ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പോസിബിലിറ്റി ഇരിക്കുന്നു. ഇത് ഹൈലി ഓവർ വാല്യൂഡ് ആയി, അതുമാത്രമല്ലാതെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുണ്ട്. കല്യാൺ ജുവലേഴ്സ് പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്യാനാണ് ഞാൻ പറയുന്നു. ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ട് വന്നു. ഇതിൻ്റെ റിസൾട്ട് വളരെ പ്രോഫിറ്റിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് വളരെ കയറാൻ കാരണം അതർ ഇൻകം. ഈ അതർ ഇൻകം കാരണം തന്നെ പ്രോഫിറ്റ് കയറിയേ അല്ലാതെ മെയിൻ ബിസിനസ് കാരണം പ്രോഫിറ്റ് കയറിയില്ല. ഇതിനെ മാർക്കറ്റ് കണ്ടായിരുന്നു. പിന്നെ ഇത് കാരണം അതിൻ്റെ 4% ലോസുമായി. ഇനിയും ഇത് വൈരസൂചി തന്നെ, ഇതിൻ്റെ അടുത്ത് പോകണ്ട. അതുപോലെ ഇതുപോലെ വൈരസൂചി സ്റ്റോക്കിന് പ്രോഫിറ്റ് കണ്ട ഉടനെ അതിൻ്റെ പുറകിൽ ഓടരുത്. പ്രോഫിറ്റിൻ്റെ റീസൺ എന്തെന്ന് നമ്മൾ നോക്കണം. പ്രോഫിറ്റ് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ഈ കേസിൽ നോക്കിയാൽ അതർ ഇൻകം, എക്സ്ട്രോർഡിനറി ഇൻകം വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ ഇൻകമിൻ്റെ കാര്യം ഒരുപാട് ദിവസം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് കാരണം ഇതിനെ കൺസിഡർ ചെയ്യേണ്ട. എയർ ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ ആൾറെഡി 50 ചൈനയുടെ പ്ലെയിന് വാങ്ങിയിട്ടുണ്ട്. ഇത് കാരണം എയർ ഇന്ത്യ ഇനിയും എന്ത് പറയണമെന്ന് വെച്ചാൽ ഇനിയും ഒരു 50 പ്ലെയിനിന് അഫർ ഗ്രാബ്സ് ഇരിക്കുന്നു. ഞങ്ങളടുത്ത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പറക്കാൻ വയ്ക്കും. ഇന്ത്യയുടെ ഒപ്പം നമ്മൾ കോമ്പറ്റീഷനിൽ വരും. ഇങ്ങനെയാണ് അവർ വാക്ക് കൊടുത്തിട്ടുള്ളത്. 50 പ്ലെയിൻ വന്നിട്ട് അഫർ ഗ്രാബ്സ്. അതിലെത്രയാണ് എയർ ഇന്ത്യക്ക് കിട്ടുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയാൻ പറ്റും. പ്യുർ പവർ കോർപ്പറേഷൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഭാരത് പ്രഷറൈസ് തിയേറ്റേഴ്സ് എന്ന്, സ്മോൾ ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് നമ്മളത് വളരെ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. NCPL വന്നിട്ട് ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ഓൺ ചെയ്യും. ക്യാപിറ്റൽ വന്നിട്ട് വളരെ വലിയ കമ്പനികളൊക്കെ ഇടും. യൂഷ്വൽ സസ്പെൻസ്. അവർ ആ പവറിനെ ഫ്രീ ആയി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ പവറിനെ മാർക്കറ്റിൽ വിൽക്കാം. അങ്ങനെ പറയുന്നു. 100 ഗിഗാവാട്ട് വരയ്ക്കും പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. വളരെ കുതൂഹലത്തിലിരിക്കുന്ന പവർ പ്ലാന്റിന് CPA വന്ന് 13 രൂപ ഒരു യൂണിറ്റിന് വിറ്റുകൊണ്ടിരിക്കുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഇതിൽ മുമ്പേ ടാറ്റാസ് വന്നിട്ട് ഇതുപോലത്തെ പവറിനെ യൂസ് ചെയ്ത് ജംഷഡ്പൂരിലും കലിംഗനഗറിലും സ്റ്റീൽ റെഡി ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റ സ്റ്റീൽ ഇപ്പോൾ വളരെ എക്സ്പെൻസീവ്, കൺസിഡർ ചെയ്യേണ്ട. അതേസമയം ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് ടാറ്റ പവറിൻ്റെ ഒപ്പം സൈനപ്പ് ചെയ്ത് ഒരു ജോയിൻറ്റ് പഞ്ചറിൽ ഒരു റിന്യൂവബിൾ എനർജി പ്ലാന്റ് പോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. ബേസിക്കലി അത് സോളാർ പവർ പ്ലാന്റ് ആയിരിക്കാം, ദെൻ വിൻഡ് പ്ലാന്റ് ആയിരിക്കാം. ഇതിനെ യൂസ് ചെയ്തു ടാറ്റ മോട്ടോഴ്സ് ഗ്രീൻ പാത്ത് വരാൻ ഇത് ഒരു വഴി വകുക്കുമെന്ന് അങ്ങനെ ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മാസം മാർക്കറ്റ് വളരെ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മാസം അമേരിക്കയിൽ മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ട്, 1.7%. എന്തുകൊണ്ടെന്ന് നോക്കിയാൽ ട്രംപ് ഇന്നലെയും മെനിഞ്ഞാന്നും ബൽറ്റി അടിച്ച് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നും ചൈനയിലുള്ള ആൾക്കാർ സംസാരിക്കാനേ വന്നില്ല. അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗുഡ് ഡീൽ തരാം, ടാരിഫൊക്കെ വളരെ കുറയ്ക്കും ചൈനയ്ക്ക്. ഈസ് ഫ്രം ദി ഗാഡ്സ് വി ലിസ്റ്റ് ദം എന്ന് അയാൾ അനൗൺസ് ചെയ്തു. പിന്നെ ഈ സ്കോട്ട് ബെസൻ ഓഡിയോയിൽ ഇല്ല, ഞങ്ങൾ റെഡി എന്നാണ് സിഗ്നൽ കൊടുത്തത്. ഇത് കാരണം മാർക്കറ്റ് ഇപ്പോൾ കയറിയത് തിരിച്ച് കറക്റ്റായി. ഓവറോളായി നോക്കിയാൽ ട്രംപ് എന്ത് പറയണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സോ ഈ വയലൻറ്റ് സ്വിങ്സ് ഇൻ മാർക്കറ്റ് കണ്ടിന്യൂ ആകും. നമുക്ക് ഈ 10 രൂപയുടെ സ്റ്റോക്ക് 5 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ പദ്ധതി കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ശേഷം ജപ്പാനിലിരുന്ന് 2 ന്യൂസ്. ജപ്പാനിൽ മെയിൻ ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഈ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് മാർച്ചിൽ റെക്കോർഡ് സെയിൽസ് ചെയ്തിട്ടുണ്ട്. ആൾമോസ്റ്റ് മാർച്ച് മാസം മാത്രം 3 ലക്ഷം അടി നോർത്ത് അമേരിക്കയിൽ വിറ്റിട്ടുണ്ട്. എന്തുകൊണ്ട് വിറ്റെന്ന് വെച്ചാൽ ടാരിഫ് വരാൻ പോകുമെന്ന് പറഞ്ഞ് എല്ലാവരും മുമ്പേ സ്റ്റോക്കിനെ വാങ്ങി. അടുത്തത് സുബർ എന്ന് പറയുന്നത് അവരുടെ ടൊയോട്ടയുടെ സിസ്റ്റർ കമ്പനി. അതിൽ ടൊയോട്ടയ്ക്ക് ഒരു വലിയ ഷെയർ ഹോൾഡിംഗ് ഇരിക്കുന്നു. അവരും റെക്കോർഡ് സെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ബഫറ്റ് അപ്പനെ നോക്കി കോപ്പി അടിച്ച് ഒരുപാട് പേർ ജപ്പാനിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലും ജാപ്പനീസ് ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ജപ്പാനിൽ ഇൻഫ്ലേഷൻ കയറുന്ന കാരണത്താൽ അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റും കയറ്റുന്നത് പോലെയാണ് നമ്മൾ പ്രതീക്ഷിക്കാം. ഇത് കാരണം അമേരിക്കയിൽ സ്റ്റോക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജപ്പാനിൽ വന്നിട്ട് വളരെ ഇൻഎക്സ്പെൻസീവായി ഇരിക്കുന്നു എന്ന് പണം വന്നിട്ട് അമേരിക്കയിലിരുന്ന് ജപ്പാനിൽ പോകുന്നു. ബഫറ്റ് അപ്പൻ 2 കൊല്ലത്തിന് മുമ്പേ ചെയ്തത് മാർക്കറ്റ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് തന്നെ ഇന്നത്തെ ഓവറോൾ സിറ്റുവേഷൻ. ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. സ്വർണത്തിൽ ഒരു മൈനർ കറക്ഷൻ ഇന്ത്യയിൽ, വേൾഡ് വൈഡിൽ ഒരു വലിയ കറക്ഷൻ. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഗോൾഡിലും ഫാർമയിലും നമ്മൾ ലോങ്ങിലിരിക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ഇത് വളരെ നല്ലതാണ്. ഇനി നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മറ്റും സ്വന്തക്കാർക്ക് ഇതിനെ ഷെയർ ചെയ്യുക. നമ്മളുടെ അടുത്ത് പൈസ ബോൾത്ത ഹൈ എന്ന ഹിന്ദി ചാനലും മണി മാത്തോ എന്ന കന്നഡ ചാനലും
മണി മാത്തലോ എന്ന തെലുഗു ചാനലും ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ഇതിനെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.